LDFിന്റെ തെക്കൻ മേഖലാ ജാഥ പര്യടനം തുടങ്ങി. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഓട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച ജാഥ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. സാരംഗ് ചേരുകയാണ്. സാരംഗ്, എന്താണ് ജാഥയുടെ വിശദാംശങ്ങൾ? ഷമ്മി, വലിയ രീതിയിലുള്ള ജനാവലിയോടെയാണ് ഇന്ന് നടക്കുന്ന തെക്കൻ മേഖലാ ജാഥയുടെ ആദ്യ പര്യടനം നടക്കുന്നത്. വലിയ രീതിയിൽ ആളുകൾ തിങ്ങിക്കൂടിയ ഒരു വേദിയിലാണ് ഈ ആദ്യ ദിവസത്തെ പര്യടനം നടക്കുന്നത്. ജാഥ ക്യാപ്റ്റനായിട്ടുള്ള CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അതുപോലെ തന്നെ M സ്വരാജ് തുടങ്ങി പ്രമുഖ നേതാക്കൾ, അതുപോലെ തന്നെ ഈ ജാഥയുടെ മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അല്പം സമയത്തിനകം തന്നെ ബിനോയ് വിശ്വം സംസാരിക്കും, ജനങ്ങളോട് ബോധ്യപ്പെടുത്തും. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വികസന മുന്നേറ്റങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരുക്കങ്ങളോടെയാണ് ഇത്തരത്തിലൊരു ജാഥ എല്ലാ മേഖലകളിലും സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തെക്കൻ മേഖലാ ജാഥയ്ക്ക് വലിയ സ്വീകരണമാണ്. അത് തൊഴിലാളികൾ, അതുപോലെ തന്നെ സാധാരണക്കാർ, വീട്ടമ്മമാർ, അങ്ങനെ നിരവധി ആളുകളാണ് ഈ വേദിയിൽ ഒത്തുകൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ജാഥ പര്യടനത്തിലും, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന റാലിയിൽ ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും വലിയ ആഘോഷത്തോടെ നടക്കുന്നു. ഇന്ന് വൈകിട്ട്, അത് ഒരുപക്ഷെ 7 മണി അല്ലെങ്കിൽ 7:30 സമയത്തേക്ക് നീണ്ടുപോയേക്കാം. അതിനുശേഷം ഈ കുന്നംകുളത്താണ് ഇതിന്റെ സമാപനം നടക്കുന്നത്. അതോടുകൂടി ആദ്യ ദിവസത്തെ പര്യടനത്തിന്, തെക്കൻ ജാഥയുടെ ആദ്യ ദിവസത്തെ പര്യടനത്തിന് സമാപനമാകും. തുടർന്ന് നാളെയാണ് ഇത്തരത്തിൽ ചാവക്കാട്, മുല്ലശ്ശേരി, ചേർപ്പ്, മതിലകം തുടങ്ങിയ മണ്ഡലങ്ങളിൽ പര്യടനം നടക്കുന്നത്. അതിനുശേഷം തേക്കിൻകാട് മൈതാനത്ത് വൈകിട്ട് 5 മണിയോടുകൂടി തെക്കൻ മേഖലാ ജാഥയ്ക്ക് സമാപനമാകും. രണ്ടാം ദിവസത്തിന് സമാപനമാകും. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് മറ്റു മണ്ഡലങ്ങളായ പുതുക്കാട്, ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടിയിലേക്ക് ഈ ജാഥ നീങ്ങുന്നത്. എല്ലാ ഇടങ്ങളിലും വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾക്കാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. അത് ഏരിയ കമ്മിറ്റികൾ തിരിച്ചുകൊണ്ട് പ്രവർത്തകരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള വിപുലമായ ആഘോഷങ്ങൾക്കാണ് ഈ പാർട്ടി ഉൾപ്പെടെ എല്ലാവരും, ഈ ജാഥയുടെ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കേന്ദ്രങ്ങളിലും വലിയ ആഘോഷത്തോടുകൂടി ഈ പരിപാടി നടക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങൾ, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം വലിയ ഒരു ജനാവലിയാണ് എല്ലാ ഏരിയയിലും നടത്തുന്ന ഈ സ്വീകരണ ജാഥയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി കലാപരിപാടികളും നടക്കുന്നുണ്ട്. എന്തായാലും അല്പം സമയത്തിനകം തന്നെ ബിനോയ് വിശ്വം ഈ വേദിയിൽ ജനങ്ങളോട് സംസാരിക്കും. കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന ജനദ്രോഹ നയങ്ങൾക്കെതിരെയും, അതുപോലെ തന്നെ പ്രതിപക്ഷം ഒളിച്ചു നടത്തുന്ന ഈ BJP സേവയെയും കുറിച്ചൊക്കെ തുറന്നടിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നത്. തെക്കൻ മേഖലാ ജാഥ ഇന്ന് തൃശ്ശൂരിൽ പര്യടനം ആരംഭിച്ചിരിക്കുന്നു. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.